ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മളെ ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി. എൻജിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു സർവീസ് വർക്കായിട്ട് വന്നിട്ടുണ്ട്. സർവീസ് വർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 22-ാം തീയതിക്കാണ് വരുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ അവിടെ ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ ഓയിൽ പമ്പിങ്ങിൻ്റെ ഒരു ചെറിയ ഫ്ലോയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഫിൽറ്ററിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ 2 ഐറ്റം മാറണം കേട്ടോ. ഈ ഗ്യാസ്കറ്റും ഈ പാക്കിങ്ങും മാറണം, അതേപോലെ തന്നെ ഈ ഓയിൽ സീലല്ല സ്ക്രീൻ ഫിൽറ്റർ നമുക്ക് മാറ്റിയിടണം കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് എഞ്ചിൻ ഓയിലും കൂട്ടത്തിൽ മാറ്റണം. കാരണം എന്താ വെച്ചാൽ എന്തായാലും നമുക്ക് ഈ 22-ാം തീയതി അടുത്ത ആഴ്ചയാണ് നമുക്ക് അതിൻ്റെ സർവീസിൻ്റെ പീരീഡ് വരും. അപ്പോൾ കൂട്ടത്തിൽ കൂടെ ഇനി അതുകൂടിയും ചെയ്തു പോകാം നമുക്ക്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ആ സെൽഫിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൽഫ് ഇടയ്ക്ക് വർക്ക് ചെയ്യണ കംപ്ലൈൻറ്റ് ഇടയ്ക്ക് വർക്കിംഗ് അല്ല. കാരണം എന്ന് വെച്ചാൽ കട്ടായ രീതിയിലാണ് നിന്നിരുന്നത്. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ആർമേച്ചർ യൂണിറ്റ് നല്ല രീതിയിൽ തേമാനം വന്നിട്ടൊരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് ഇടാം. കാരണം എന്താ വെച്ചാൽ സെൽഫ് മോട്ടർ അല്ലെങ്കിൽ പിന്നെ നമുക്ക് മോട്ടറെ പടി മാറേണ്ടി വരും. മോട്ടർ മാറുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2000 രൂപ 2150 രൂപ അടുത്തങ്ങാണ്ട് ഈ മോട്ടറിന് മാത്രം കോസ്റ്റ് വരുന്നുണ്ട്, സെൽഫ് മോട്ടറിന് കേട്ടോ. കമ്പനി പാർട്സ് ഒറിജിനൽ പാർട്സിൻ്റെ റേറ്റാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ തൽക്കാലം ഇതൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് തൽക്കാലത്തേക്ക് ഒന്ന് വർക്കിംഗ് ആക്കാം. 100% സക്സസ് എന്നൊന്നും പറയാൻ പറ്റില്ല. കുറേ നാൾ നിന്നൊന്നും വരെയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ തേമാനം കണ്ടോ, ശരിക്കും ഇത് കറക്റ്റ് ഫ്ലാറ്റായിട്ടാണ് നിൽക്കുക. ഇത് തേമാനം അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം സെൽഫ് അടിക്കുമ്പോഴും ഇത് മെഗട ഒരഞ്ഞിട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സ്പാർക്ക് വന്നിട്ട് തേഞ്ഞാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കണേ. ഇതിൻ്റെ മാറേണ്ട പീരീഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ തൽക്കാലം നമുക്ക് ഒന്നും കൂടി ജീവൻ വെപ്പിച്ചിടാം. എപ്പോൾ പോകുന്നുള്ള കേസ് പറയാൻ പറ്റില്ല. എന്നാലും തൽക്കാലം ആ രീതിയിൽ, കാരണം നമുക്കൊരു ചെറിയ സ്മെല്ലൊക്കെ വന്നു തുടങ്ങി അതിൽ നിന്ന്. കാരണം ഞാൻ ലൂസ് കോൺടാക്റ്റൊക്കെ ഉള്ളതിൻ്റെ പുറത്ത് തന്നെ, അതായത് കരിഞ്ഞ പോലത്തെ ഒരു മണം. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്ത് കയറ്റുമ്പോൾ അറിയാം വർക്ക് ചെയ്യുകയോ ചെയ്യുന്നുള്ളത്. വർക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ആൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ സെൽഫ് മോട്ടോർ മാറ്റാനേ പറ്റുള്ളൂ. നമുക്ക് രണ്ടാമത് റീവെൻറ്റിങ് കാര്യങ്ങളൊന്നും ഇതുമ്മ ചെയ്യുന്നത് മണ്ടത്തരാണ്. ചെയ്യാൻ പറ്റും, പക്ഷേ ഇതുമ്മ ചെയ്യുന്നത് നമുക്ക് അത്ര പോസിബിൾ അല്ല, നഷ്ടക്കച്ചവടമായിരിക്കും. പിന്നെ പറഞ്ഞ രീതിയിൽ ഇത് ഫിൽറ്റർ ക്ലീനിങ്ങും കാര്യങ്ങളും കൂടി അതിനെ കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഹെഡ്ലൈറ്റ് കംപ്ലയിൻറ്റ്, സ്വിച്ച് കംപ്ലയിൻ്റ് ആയിട്ട് ഇവിടെ ത്രൂ ഔട്ടായിട്ട് ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ സ്വിച്ചിൻ്റെയാണ് പ്രശ്നം മെയിനായിട്ട്. അപ്പോൾ ആ സ്വിച്ച് ഇങ്ങനെ അസംബ്ലി ആയിട്ടാണ് വരാം. സ്വിച്ച് അസംബ്ലി പരിപാടി മാറ്റിയിട്ട് കഴിഞ്ഞാലാണ് ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. ആയിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ്ട് മാറ്റിയിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നോക്കിയാൽ മതി. ഏകദേശം ഒരു 6-7 മണിയൊക്കെ ആവും കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ കഴിഞ്ഞാൽ എന്തെങ്കിലും വിളിക്കാം. ഓക്കെ.